തൊഴിലാളിയെ ഒരിക്കലും ചൂഷണം ചെയ്യരുത്. അവർക്ക് അർഹമായ കൂലി കൊടുക്കുക തന്നെ വേണം. ജോലി തുടങ്ങുന്നതിന് മുമ്പ് കൂലിയെക്കുറിച്ച് തൊഴിലാളിയും മുതലാളിയും ഒരു ധാരണയിലെത്തണം. എന്നിട്ടും അതിനുശേഷം മാത്രമേ ജോലിയിലോട്ട് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ധാരണയിലെത്തിയ കൂലിയിൽ അല്പം പോലും കുറയ്ക്കാതെ ഈ തൊഴിലാളി ജോലി ചെയ്തിട്ട് അയാളുടെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തന്നെ കരാറിൽ പറഞ്ഞ കൂലി നിങ്ങൾ അപ്പോൾ തന്നെ കൊടുക്കുക തന്നെ വേണം. ഇസ്ലാം ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരാളെ കൂലിക്ക് വിളിച്ചാൽ അവൻ്റെ കൂലി എന്താണെന്ന് അവൻ അറിഞ്ഞിരിക്കണം. ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെ അറിയിച്ചിരിക്കണം. കൂലി നിശ്ചയിക്കാതെ ജോലി ചെയ്യിപ്പിക്കരുത്. തൊഴിലാളികൾ നിലനിൽക്കണമെങ്കിൽ തൊഴിലുടമകളും നിലനിൽക്കണം, അല്ലേ? തൊഴിലുടമകളുടെയും അവകാശം ഇസ്ലാം ഇവിടെ പറയുന്നു. ജോലികൾ പൂർണ്ണതയോടെ ചെയ്യുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ 28:26 ആത്മാർത്ഥതയും വിശ്വസ്തതയും കഠിനാധ്വാനവും തൊഴിലാളിയിൽ നിന്ന് മുതലാളിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. നമ്മൾ ആ ഉടമയിൽ നിന്ന് നമ്മൾ കാശ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കഠിനാധ്വാനവും ചെയ്യണം. ഇന്ന് ചിലരും മുതലാളി അടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും സമയം 5 മണിയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ആകട്ടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. അപ്പം എന്താണ് അവരെ നാളെയും ഈ ജോലിക്ക് വിളിക്കാൻ വേണ്ടി, ഇന്നത്തെ ജോലി പെട്ടെന്ന് തീർത്തവരെ നാളെ വിളിക്കത്തില്ലല്ലോ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ല, നമ്മൾ ചെയ്യുന്ന ജോലി പൂർണ്ണതയോടെ സത്യസന്ധതയോടെ ചെയ്തുകൊള്ളുകയും നാളെ നമുക്ക് ചിലപ്പോൾ അതിലും ബെറ്ററായിട്ടൊരു ജോലി അള്ളാഹു നമുക്ക് തരും.